എമ്പുരാൻ വിഷയത്തിൽ സിപിഎമ്മിനെയും ജോൺ ബ്രിട്ടാസിനെയും വെല്ലുവിളിച്ച് സുരേഷ് ഗോപി. TP51 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നീ സിനിമകൾ കാണിക്കാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപിയുടെ ചോദ്യം. എമ്പുരാനിൽ തൻ്റെ പേര് നീക്കിയത് താൻ പറഞ്ഞിട്ടെന്ന് സുരേഷ് ഗോപി. എമ്പുരാൻ സിനിമയിൽ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് അണിയറ പ്രവർത്തകരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. മുനമ്പം വിഷയത്തിലും ജോൺ ബ്രിട്ടാസിന് സുരേഷ് ഗോപിയുടെ മറുപടി. മുനമ്പത്ത് 600-ലധികം കുടുംബങ്ങളെയാണ് സർക്കാർ വഞ്ചിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. He needs to be reminded in the form of being taught some lessons. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts? TP Chandrasekharan. Left, right, left. Left, right, left. Please sit down. Please. Not. Through I will you, not sir. allow you. Please sit down. Listening. Through you, sir. Please speak. 2 films. आप बोलिए. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have... What is wrong? What is wrong? What is wrong with the language? दूंगा बाद में. I will. Sir, Let him sir, complete. they should have the guts to let these 2 films be screened again. I was the first person to call up the producers and ask them to delete my name in the form of a credit card towards the beginning of the film. Stop. This is the truth. Please, please. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? I will tell Mr. Brittas, with due respect, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം. മുനമ്പത്ത് 600 കുടുംബങ്ങളെയാണ്. സർ, പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം. പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. അവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷന് ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. വിവരങ്ങളുമായി ജിഷു കൃഷ്ണൻ ചേരുകയാണ്. ജിഷു, അതിരൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി സുരേഷ് ഗോപി ജോൺ ബ്രിട്ടാസിനെതിരെ, CPM-നെതിരെ, സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത്. മറ്റ് വിശദാംശങ്ങൾ. KP വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ രാജ്യസഭയിൽ സംസാരിക്കുമ്പോഴാണ് വിവിധ പ്രതികരണങ്ങൾ ജോൺ ബ്രിട്ടാസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒന്ന് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടും കൂടാതെ BJP MPമാരെ BJP അംഗങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞതൊന്ന് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസുമാരിൽ പലരും, ഒപ്പം എമ്പുരാൻ സിനിമയിലെ മുന്നയെ പോലുള്ളവരും ഈ BJP അംഗങ്ങൾക്കിടയിലുണ്ട്, BJP നിരയിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന പ്രകോപനപരമായ പ്രസ്താവന ജോൺ ബ്രിട്ടാസ് നടത്തിയിരുന്നു. കൂടാതെ തൃശ്ശൂരിലെ ജനങ്ങൾക്കൊരു തെറ്റുപറ്റി, ആ തെറ്റ് തിരുത്തും, അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത തവണ ആ തെറ്റ് തിരുത്തും, നേമത്ത് നേരത്തെ അക്കൗണ്ട് പൂട്ടിയിട്ടുള്ളതാണ്, ആ ഒരു കാര്യം തൃശ്ശൂരിലും ഉണ്ടാകും തുടങ്ങിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന. വഖഫ് ബില്ലിനപ്പുറത്തേക്കും ഇത്തരം രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളും കാര്യങ്ങളും എടുത്തിട്ടുകൊണ്ടുള്ള പ്രകോപനപരമായ പ്രസ്താവനയാണ് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ നടത്തിയത്. ആ പ്രസ്താവനയ്ക്ക് ശക്തമായ ഭാഷയിലുള്ള തിരിച്ചടിയും മറുപടിയുമാണ് സുരേഷ് ഗോപി നൽകിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രി ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ഒന്ന് തൃശ്ശൂരിലെ ജനത തെറ്റ് തിരുത്തും, അല്ലെങ്കിൽ ആ MP അടുത്ത തവണ
ഏൽപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആ വിഷയത്തിൽ ആ ഒരു പ്രസംഗത്തിൽ എനിക്ക് സംസാരിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നേരത്തെ കേട്ട ഒരു പ്രസംഗം രാജ്യസഭയിൽ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ CPM-ഉം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തുമ്പോൾ CPM-നോട് ചോദിക്കാനുള്ളത് TP51 സിനിമ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് സിനിമ വീണ്ടും പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് സുരേഷ് ഗോപി ചോദിച്ചത്. കൂടാതെ ഈ 800-ലധികം ആളുകളെ തള്ളിയിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.